ലൈഫ് മിഷനിൽ പണിത് ആകെ പണിത്. അത് തന്നെ 5,95,000 പേരുടെ പേരുണ്ട്, വേറെയുണ്ട്, അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊരു തെറ്റായ ഒരു സമീപനമാണ് ഈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഒരു പ്രൊപ്പഗാൻഡ ലെവലിലേക്ക് കൊണ്ടുപോയി. പ്രചരണത്തിന് വേണ്ടി ഇലക്ഷന് തൊട്ട് മുമ്പ് കേരളത്തിൽ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രചരണമാണ് നടത്തുന്നത്. ഈ പാവപ്പെട്ടവരെ വെച്ച് അവർക്ക് നീതി കൊടുക്കാതെ, അവരോട് നീതിപൂർവമായി പെരുമാറാതെ. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം. ഈ പട്ടികജാതിക്കാർ കേരളത്തിൽ എത്ര പേരുണ്ട്? പട്ടിക വർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട്? 2011 സെൻസസ് പ്രകാരം 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ. ഇവരുടെ ഈ കണക്കിൽ 6,400 പേരെ പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത്? ആദിവാസികളുടെ വിഭാഗത്തിൽ. ഇങ്ങനൊരു പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു എന്നത് അവർ അത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതാണ് അതിദാരിദ്ര്യം എന്നതുകൊണ്ട് നിർവചിച്ചത്. ഈ കത്തിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ്, വിദഗ്ധർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. അത് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് കത്തിൽ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, 2021 ജൂലൈ മുതൽ തുടർന്നു വന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യമുക്തമാക്കി എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. അതല്ല സർക്കാരിന്റെ അവകാശവാദം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നതാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് ദാരിദ്ര്യമുള്ളവരുണ്ടാവും. പക്ഷെ അവർക്കും വരുമാനം, തൊഴിൽ ശേഷി എന്നിവയൊക്കെ വെച്ച് ചുരുങ്ങിയ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് അതിദരിദ്രരായിട്ടുള്ള ആളുകൾ.